സാന്റിയാഗോ മാർട്ടിൻ എന്ന പേര് കേൾക്കുന്നതിലും കൂടുതൽ നമ്മൾ കേട്ടിട്ടുണ്ടാവുക ലോട്ടറി രാജ എന്ന പേരാകും. ഇന്ന് ഈ പേര് വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അല്ലെ. ഇന്ത്യയിലെ ലോട്ടറി മേഖലയെ നിയന്ത്രിക്കുന്നത് സാന്റിയാഗോ മാർട്ടിൻ ആണെന്നുള്ള രീതിയിൽ ലോട്ടറി വ്യവസായത്തെ മാറ്റിയെടുക്കാൻ സാന്റിയാഗോ മാർട്ടിന് സാധിച്ചിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിന്റെ കണക്കുകൾ പുറത്തു വിടുമ്പോൾ ഏറ്റവും കൂടുതൽ പണം, അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത ഒരു കമ്പനിയാണ് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി ആയിട്ടുള്ള ഫ്യൂച്ചർ ഗെയിം ആൻഡ് ഹോട്ടൽ സർവീസ് എന്ന കമ്പനി. ഈ പറയുന്ന സാന്റിയാഗോ മാർട്ടിന് ഈ ഒരു കമ്പനി മാത്രമാണെന്ന് നമ്മൾ കരുതിയെങ്കിൽ തെറ്റി. അദ്ദേഹത്തിന് ഈ ഒരു കമ്പനി മാത്രമല്ല, ഇതിലുപരി ഒരുപാട് കമ്പനിയുടെ ഉടമസ്ഥാവകാശമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ ലോട്ടറി രാജ. ചുരുക്കി പറഞ്ഞാൽ പണമെറിഞ്ഞ് എന്തും സാധ്യമാക്കുന്ന ഒരു വ്യക്തി. ഈ സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി രാജയായത് എങ്ങനെയാണെന്നറിയോ? മ്യാൻമാറിലെ ഒരു സാധാരണ തൊഴിലാളിയായിട്ടാണ് അയാളുടെ ജീവിതം ആരംഭിച്ചത്. 13-ാം വയസ്സിലാണ് മാർട്ടിൻ കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. അവിടെ വെച്ചായിരുന്നു മാർട്ടിന്റെ ലോട്ടറി ജീവിതം ആരംഭിക്കുന്നത്. അതായത് 1988 മാർട്ടിന് ലോട്ടറി ഏജൻസി ആരംഭിച്ചു. ചെറിയ രീതിയിൽ ആരംഭിച്ച മാർട്ടിൻ ലോട്ടറി ഏജൻസി പ്രതീക്ഷിച്ചതിലും മുകളിലായിരുന്നു വളർന്നത്. അതായത് കർണാടക, കേരളം, മേഘാലയ, സിക്കിം, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് എല്ലാം മാർട്ടിന്റെ ഈ ഒരു ലോട്ടറി വ്യവസായം വ്യാപിച്ചു തുടങ്ങി. എവിടെയും ഉയർച്ച ഉണ്ടാകുമ്പോൾ മനുഷ്യന് അഹങ്കാരം ഉണ്ടാവുമല്ലോ. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. മാർട്ടിന്റെ ലോട്ടറി വ്യവസായം ഇന്ത്യ മൊത്തം വ്യാപിച്ചപ്പോൾ അയാളിലും പണം എന്ന അഹങ്കാരം ഉണ്ടെന്നു. അതായത് സിക്കിം സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട് 45 കോടി മാർട്ടിന്റെ കമ്പനി ഉണ്ടാക്കി. ഇത് വലിയ രീതിയിലൊക്കെ ആരോപണങ്ങളൊക്കെ ഉയർന്നു. അങ്ങനെ ഉയർന്നപ്പോൾ കേരളത്തിലെ പത്രങ്ങളിലൊക്കെ വലിയ തലക്കെട്ടോടുകൂടി മാർട്ടിന്റെ പേര് വന്നു. അന്ന് കേരളത്തിലെ CPM ആയിരുന്നു ഭരിച്ചിരുന്നത്. അപ്പൊ ഇയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ദേശാഭിമാനി എന്ന പത്രത്തിന് 2 കോടി കൊടുത്ത് അങ്ങ് ഒതുക്കി. അന്ന് VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നത്. ആ സമയത്ത് ഈ വിഷയത്തെ അദ്ദേഹം വലിയ രീതിയിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഈ ദേശാഭിമാനി എന്ന പത്രം മാർട്ടിന് കൊടുത്ത പണം, അതായത് ഈ 2 കോടി രൂപ തിരിച്ചു നൽകി. അന്ന് ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ ആയിരുന്ന EP ജയരാജൻ ആയിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ എന്ന സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റുക വരെ ഉണ്ടായി. പിന്നെ മാർട്ടിനെ എല്ലാ സംസ്ഥാനങ്ങളും വലിയ രീതിയിൽ പൊക്കിക്കൊണ്ട് വന്നപ്പോൾ തമിഴ്നാട്ടില് ജയലളിത സർക്കാർ അന്ന് ഭരിച്ചിരുന്നത്. ആ സമയത്ത് ജയലളിത മാത്രം മാർട്ടിനെ പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജയലളിത സർക്കാരിന്റെ ഭരണകാലത്ത് തമിഴ്നാട്ടില് ലോട്ടറി നിരോധിച്ചിരുന്നത്. ലോട്ടറി തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മാർട്ടിൻ 2012 ജയിലായി. ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ മാർട്ടിൻ ഈ ലോട്ടറി തട്ടിപ്പിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഉണ്ടായത് അയാൾ ലോട്ടറി വ്യവസായത്തിൽ നിന്നും പിന്നീട് പല വ്യവസായങ്ങളിലേക്ക് അയാൾ മാറി. എന്ന് പറഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റാലിറ്റി, ടെക്സ്റ്റൈൽസ് തുടങ്ങിയ ഒരുപാട് മേഖലയിൽ അയാൾ കൈവച്ചു. ഈ ബിസിനസ് എല്ലാം വളർന്നപ്പോൾ അയാൾ ഇന്ത്യയുടെ പുറത്തും ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചു. അതായത് ഭൂട്ടാനിലും നേപ്പാളിലും ഒക്കെ ബിസിനസ് വലിയ രീതിയിൽ വ്യാപിക്കാൻ തുടങ്ങി. ഈ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിം എന്ന കമ്പനിയാണ് ഇന്ത്യയിലെ തത്സമയമായിട്ട് TV-യിൽ സംപ്രേഷണം ചെയ്യുന്ന ലോട്ടറി നറുക്കെടുപ്പ് ആദ്യമായിട്ട് കാണിച്ച ഒരു കമ്പനി മാർട്ടിന്റെ ഈ ഒരു കമ്പനിയായിരുന്നു. കൂടാതെ ഏഷ്യ പസഫിക് ലോട്ടറി അസോസിയേഷന്റെ അംഗമായിരുന്നു ഈ ഫ്യൂച്ചർ ഗെയിമിങ്. ലോക ലോട്ടറി അസോസിയേഷന്റെ അംഗമായി മാറുക വരെ ചെയ്തു ഈ ഫ്യൂച്ചർ ഗെയിമിങ്. ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ലോട്ടറി ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ പ്രസിഡന്റ് ആണെന്നും മാർട്ടിൻ. ഈ പറയുന്ന ഫെഡറേഷൻ ലോട്ടറി വിതരണക്കാരുടെയും അതുപോലെ ഏജന്റുകളുടെയൊക്കെ ലോബിയായിരുന്നു. ഈ പണം വീണ്ടും കുന്നുകൂടിയപ്പം പുതിയ പരിപാടി തുടങ്ങി. എന്ന് വെച്ചാൽ സിനിമ ചെയ്യാൻ വേണ്ടി കരുണാനിധിയുടെ കഥ സിനിമയാക്കി. അതും 20 കോടിയൊക്കെ മുടക്കി ആ പടം എടുത്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തമിഴ്നാട്ടിൽ ഒന്ന് അരങ്ങ് കൊള്ളുക എന്ന ലക്ഷ്യത്തോടെയാണ്. പക്ഷെ ജയലളിത വീണ്ടും പണി കൊടുത്തു, ഗുണ്ടാ നിയമപ്രകാരം അകത്താക്കി. എന്നാൽ അതിൽ നിന്നും മാർട്ടിൻ തലയൂരി വീണ്ടും വന്നു. പിന്നീട് 2019 മുതൽ കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ ഭാഗമായിട്ട് എൻഫോഴ്സ്മെന്റ് ടീം അന്വേഷണം നടത്തിക്കൊണ്ടുവരികയാണ്. അതിനിടയിലാണ് 450 കോടി രൂപ ED കണ്ടുകെട്ടിയത്.
ലോട്ടറി കബളിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളും, ഈ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും നിരോധിച്ചിരുന്നു. ഇപ്പോൾ ഇയാളുടെ ലോട്ടറി ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ബംഗാളിലാണ്. ഇന്ന് വിവാദ വിഷയമായി കഴിഞ്ഞിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ ഏറ്റവും കൂടുതൽ, അതായത് 1350 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത് മാർട്ടിനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന ബോംബ് പൊട്ടിയിരിക്കുന്നത്. സാന്റിയാഗോ മാർട്ടിനും അതുപോലെ ഇലക്ട്രൽ ബോണ്ടും എത്രമാത്രം രാഷ്ട്രീയ പാർട്ടികളെയും തിരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്ന് ഇനി വരും നാളുകളിൽ നമുക്ക് കണ്ടറിയാം.